ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഹോപ്പ് യു ഓൾ ഗൈസ് ആർ ഫൈൻ ആൻഡ് ഗുഡ്. അപ്പോൾ എല്ലാവരും ആരോഗ്യത്തോടെയും സന്തോഷത്തോടെ ഒക്കെ ഇരിക്കാമെന്ന് വിശ്വസിക്കുകയാണ്. ഇന്ന് ഞാനൊരു ചെറിയ ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ മുഖത്ത് വാരി തേക്കുന്നതും മുടിയിൽ തേക്കുന്നതും ഒന്നുമായിട്ടല്ല. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഒരു പീരീഡ്സിൻ്റെ ഡേറ്റ് അങ്ങ് അടുത്ത എനിക്കൊക്കെ ഭയങ്കര ഒരു പേടി സ്വപ്നമായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് ഡെലിവറി ഒക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് കുഴപ്പമില്ല. പക്ഷേ ഇപ്പോൾ ഒരു 3-4 മാസമായിട്ട് ഫസ്റ്റ് ഡേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ നമുക്കതൊരു അൺകംഫർട്ടബിൾ ആണല്ലേ. അപ്പോൾ ആ ടൈമിൽ അനുഭവിക്കുന്ന വേദനയ്ക്ക് ചിലർക്കൊന്നും ഒരു അന്തം ഉണ്ടാവില്ല. ചില ഉമ്മമാർ പറയും ഒരു പ്രസവവേദന അനുഭവിക്കാനുള്ളതല്ലേ, അപ്പോൾ ഇതൊക്കെ നമ്മൾ അനുഭവിക്കണം, നമ്മളെ പെണ്ണുങ്ങളുടെ ഒരു അതാണെന്നൊക്കെ ചില ഉമ്മമാർ നമ്മളെ സമാധാനിപ്പിക്കാൻ വേണ്ടിയൊക്കെ പറയും. അപ്പം ആ സമയത്ത് നമുക്ക് ഉമ്മമാരെ കൂടെ നിൽക്കാൻ തോന്നും. പീരീഡ്സ് ആവുന്ന സമയത്ത് ചില സാധാരണക്കാർക്കായിട്ടുള്ള പെണ്ണുങ്ങൾക്ക് മനസ്സിലാവില്ലായിരിക്കും, പക്ഷെ ചില ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് മനസ്സിലാവുമായിരിക്കും. നമുക്ക് പീരീഡ്സിൻ്റെ കുറച്ച് ദിവസം മുന്നേ നമുക്ക് പല മൂഡ് സ്വിങ്സ് ഉണ്ടാവും, പക്ഷെ അതൊന്നും ആരും മൈൻഡ് ചെയ്യില്ല അല്ലേ. ഓക്കെ, അപ്പം ഈ ടൈമിൽ നമുക്ക് വരുന്ന വേദനയ്ക്കെങ്കിലും നമുക്കൊരു അറുതി വേണ്ടേ. അപ്പോൾ സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം. ഇനി ഇത് ഞാൻ പറഞ്ഞു വരുമ്പോൾ ഷുഗർ വരും, പ്രഷർ വരും, കൊളസ്ട്രോൾ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരുപാട് കമൻറ്റ്സ് ഞാൻ പ്രതീക്ഷിക്കുന്നു. വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തൊരു കാര്യമാണ്, ഒരു മരുന്ന് നിങ്ങൾ കഴിക്കേണ്ട. ഈ ഉലുവൊന്നും എനിക്ക് ഏൽക്കത്തേയില്ല. ഞാനിങ്ങനെ വളഞ്ഞാൽ നടക്കുക പീരീഡ്സ് ആയി കഴിഞ്ഞാൽ. എനിക്കാണെങ്കിൽ 5 ദിവസം അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവും ചെയ്യും. കല്യാണമൊക്കെ കഴിയുന്ന സമയത്ത് ആകെയുള്ളൊരു ടെൻഷൻ അതായിരുന്നു, പീരീഡ്സ് ആയാൽ എന്ത് ചെയ്യും എന്നുള്ളത്. ഇക്കാൻ്റെ അടുത്തൊക്കെ ആയ സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇക്ക പിന്നെ ടേക്ക് കെയർ ചെയ്തോളും കാര്യങ്ങളൊക്കെ. പക്ഷെ നമ്മൾ കല്യാണം കഴിഞ്ഞാൽ വീട്ടിലൊക്കെ നമുക്കൊരു ടെൻഷനല്ല. 1-2 തവണയായിട്ട് ആ ടൈമിൽ അവിടെ നിൽക്കേണ്ട ഒരു ഇത് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള സമയത്ത് ഒന്നുകിൽ എൻ്റെ വീട്ടിലോട്ട് പോലെ ഹസ്ബൻഡിൻ്റെ അടുത്താവും. അപ്പോൾ അതെന്നെ കണ്ടിട്ട് അവരൊക്കെ ഭയങ്കര വിഷമത്തിലാവും, എന്താണ് അവൾക്കുള്ള വേദന പാവം എന്നൊക്കെ പറയും അവർ. അപ്പം എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 സ്പൂൺ പഞ്ചസാര എടുക്കുക. വലിയ സ്പൂണാണ്, വലിയ സ്പൂൺ പറഞ്ഞാൽ ചെറിയ സ്പൂണല്ല, കുഴപ്പമില്ലാത്ത സ്പൂണാണെങ്കിൽ 1-2 സ്പൂൺ പഞ്ചസാര എടുത്തിട്ട് ഈ പാലോ അല്ലെങ്കിൽ എന്തെങ്കിലും കലക്കുന്ന പാത്രത്തിൽ നമ്മളത് ഉരുക്കുക. ഉരുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഒരു 3/4 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതങ്ങ് ഉറക്കും. എന്നിട്ട് പിന്നെ ചെറിയ ചൂടിൽ അതിങ്ങനെ ആക്കി കൊടുക്കുക. അപ്പോൾ ആ പഞ്ചസാര അതിലിങ്ങനെ ഉരുകി അങ്ങ് ചേരും. സത്യം പറഞ്ഞാൽ പഞ്ചസാര പാനീയം. ഒരു 3/4 ഗ്ലാസ് വെള്ളം ഉണ്ടാവും. അത് ഒരു ചെറിയ ചൂടോടുകൂടി അങ്ങ് കുടിക്കുക. കുടിച്ച് കഴിഞ്ഞാൽ വിത്തിൻ ഹാഫ് ആൻ അവർ, ഞാൻ പറയുകയാണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് മറന്നാൽ മാക്സിമം ഹാഫ് ആൻ അവർ നിങ്ങളുടെ വയറുവേദന പമ്പ കിടക്കും. അപ്പോൾ പറയും ഇങ്ങനെ കഴിച്ചാൽ ഷുഗർ വരില്ലെന്ന്. നിങ്ങൾ കുറേ ഐസ്ക്രീമും കുറേ കുബൂസും കുറേ മയോണീസും കുറേ ഇതൊക്കെ കഴിക്കുന്നത് നിങ്ങളുടെ വിചാരം നിങ്ങൾക്ക് ഷുഗർ വരില്ല എന്നാ. പിന്നെ ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഷുഗർ വരില്ല ഇരിക്കൂല എന്നല്ല ഞാൻ പറയുന്നത്, ഷുഗർ വരില്ല എന്ന് ഞാൻ പറയാൻ കാരണം, ഒരു മാസത്തിൽ ഒരു തവണ നിങ്ങളൊരു 1.5 ഗ്ലാസ് പഞ്ചസാര കഴിക്കും. ഇപ്പോൾ ഒരു 1.5 ഗ്ലാസ് നാരങ്ങവെള്ളം കഴിക്കണമെങ്കിൽ എത്ര പഞ്ചസാര ഇടണം? അതൊക്കെ നമ്മൾ കുടിക്കുന്നുണ്ട്. പക്ഷേ ഇത് പറയുമ്പോൾ നമ്മൾ പറയും ഷുഗർ വരും. ഒരു 1.5 സ്പൂണ് പഞ്ചസാര ഒരു മാസത്തിൽ നിങ്ങളങ്ങ് കലക്കി കുടിച്ചെന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും വരാനില്ല. ഒരു പീസ് ഓഫ് കേക്ക് കഴിക്കുന്നതിൻ്റെ അത്ര ഷുഗർ എന്തായാലും വരില്ല. ഓക്കെ, ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു സൈഡ് എഫക്ട്സും നിങ്ങൾക്കില്ല. ഇത് ഞാൻ ആയുർവേദ ഡോക്ടറോട്, ഇതെനിക്ക് കിട്ടിയത് തന്നെ ആയുർവേദപരമായിട്ട് അവർ പറഞ്ഞു തന്നൊരു റെമഡിയാണ്. അപ്പോൾ നല്ല ഒരു സൈഡ് എഫക്ട്സും ഇല്ല. കുടിക്കുക. നിങ്ങൾക്ക് ഈ നമ്മൾ മഫ്താൽ പോലുള്ള അതേമാതിരി പാരസെറ്റമോൾ പോലുള്ള ടാബ്ലറ്റ്സൊക്കെ കഴിച്ച് വെറുതെ നിങ്ങൾ ശരീരത്തിന് പെയിൻ കില്ലേഴ്സ് കൊടുക്കുന്നതിന് പകരം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് റെമഡി കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഇതുകൊണ്ടും മാറുന്നില്ല, എനിക്ക് ഉലുവ കഴിച്ചിട്ടും കാര്യമില്ല എന്നൊക്കെ വരുമ്പോൾ നമ്മൾ വേഗം ആശുപത്രിയിലോടും, ഇഞ്ചക്ഷൻ അങ്ങ് വെക്കും. വേണ്ട, സഹിക്കുക. കാരണം ഞാൻ പറയാനുള്ള കാരണം, ഇതിലും വലിയ വേദന സ്ത്രീകൾ അനുഭവിക്കാനുണ്ട്. അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ ഇഞ്ചക്ഷനിലോട്ട് പോവാതിരിക്കും. ചിലർക്ക് ആ ടൈമിലൊക്കെ തല കറങ്ങി അങ്ങ് വീഴും. ഫസ്റ്റ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക്, ഞാൻ എൻ്റെ ഒരു 100% ഞാൻ പറയുന്നില്ല, എന്നാലും ഒരു 95% തല കറങ്ങി വരെ വീഴുന്നവരുണ്ടാവും. അതുപോലെ എഴുന്നേറ്റ് പോലും നടക്കാൻ കഴിയാത്തവരുണ്ടാവും. അവർക്കൊക്കെ എങ്ങനെയായാലും റെമഡി കിട്ടും. കാരണം 5 ദിവസം വളഞ്ഞ് നടക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കിതിന് റെമഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് പിന്നീട് വേണമെങ്കിൽ മെഡിക്കൽ രീതിയിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഈ ഒരു ടിപ്പ് ഒരുപാട് പെൺകുട്ടികൾക്ക് ഹെൽപ്പ് ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പ്രോഡക്റ്റ് വേണ്ടവർ, ഞാൻ നമ്പറൊക്കെ ഓൾറെഡി നിങ്ങൾക്ക് കയ്യിലുണ്ടാകും, ബന്ധപ്പെടുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക. ടാറ്റ, ബൈ ബൈ, അസ്സലാമു അലൈക്കും. എപ്പോഴും പറയുന്ന കാര്യമാണ്, സ്റ്റേ ഹെൽത്തി, ബി ഹാപ്പി.